ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്ക് 2024 നാഷണൽ അവാർഡ് ലഭിക്കുമോ? നാലാമത്തെ നാഷണൽ അവാർഡ് ലഭിക്കുമോ? ഇതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഓരോ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇക്കുറിയും യോഗ്യൻ മമ്മൂട്ടി തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി? കൃത്യമായി പറഞ്ഞാൽ 27 വർഷങ്ങൾ കഴിയുന്നു മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ട്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് കമൻസുകളിലുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കടന്നു ചെല്ലാം. ശരിക്കും ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ 27 വർഷങ്ങൾ കഴിഞ്ഞു മമ്മൂട്ടിക്ക് ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിട്ട്. അവസാനമായി ലഭിക്കുന്നത് ബാബാ സാഹിബ് അംബേദ്കറിലൂടെയാണ് എന്നുള്ളതാണ്. ഏകദേശം 1998, 99 വർഷങ്ങളിലാണ് അദ്ദേഹത്തിന് ഈ ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടുന്ന പട്ടികയിൽ അന്ന് അദ്ദേഹം എത്തുകയാണ്. അതായത് കമലഹാസനൊപ്പം അമിതാഭ് ബച്ചനൊപ്പം മമ്മൂട്ടി 3 നാഷണൽ അവാർഡുകൾ നേടുന്നു. പിന്നീട് അമിതാഭ് ബച്ചന് ഒരു അവാർഡ് കൂടി കിട്ടുന്നു. അങ്ങനെ അമിതാഭ് ബച്ചനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ താരമായി, അല്ലെങ്കിൽ ഒരു മെയിൽ ആക്ടറായിട്ട് വരുന്നത്, മികച്ച നടനുള്ളത്. ഇനിയും ഒരു ഹിസ്റ്ററിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് എത്ര തവണ കിട്ടിയെന്നുള്ളതാണ്. 3 തവണയാണ് ലഭിച്ചിരിക്കുന്നത്. നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 37 തവണകളിലാണ്. അതായത് ഇത് വെറുതെ നമ്മൾ പറയുന്ന കണക്കുകളല്ല. വിക്കിപീഡിയ എടുത്ത് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വിക്കിപീഡിയയ്ക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ആർക്ക് വേണേലും കയറി എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. കുറച്ചും കൂടെ വിശ്വസനീയമാണ് വിക്കിപീഡിയ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അതായത് ഇതൊക്കെ അപ്രൂവ് ചെയ്തിരിക്കുന്ന അഡ്മിൻസിന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ആർക്ക് വേണേലും നമുക്ക് കയറി ഡാറ്റ ഇടാവുന്നതാണ്. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോൾ അത് പോകാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് സ്ഥിരമായി നിൽക്കണമെങ്കിൽ അത് കൃത്യമായിട്ടും അഡ്മിൻ അപ്രൂവ് ചെയ്യുമ്പോഴായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരുപാട് നാളുകളായി നമ്മളിത് അനലൈസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വസനീയതയോടെ തന്നെ എടുക്കുന്നു. കാരണം ഏകദേശം 6 മാസത്തോളം നമ്മളിത് നോക്കി കഴിഞ്ഞപ്പോൾ ചേഞ്ചുകളൊന്നുമില്ല. 37 തവണ തന്നെയാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത്. അതിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ IMDb പോലെ എടുക്കുമ്പോൾ മമ്മൂട്ടിയുടേതായി 30ഓളം നോമിനേഷൻസ് പറയുന്നുണ്ട്. 16 തവണ ഫൈനൽ റൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഫിലിം ഫെയർ അവാർഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ 13 തവണ മമ്മൂട്ടി വിജയിച്ചപ്പോൾ 23 തവണയാണ് മമ്മൂട്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ നോക്കുകയാണെങ്കിൽ 9 തവണ മമ്മൂട്ടിക്ക് ലഭിച്ചു എന്ന് കാണിക്കുമ്പോൾ 19 തവണ നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഇനിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ശരിക്കും ശത്രു ആരാണ് എന്നുള്ളതാണ്. കമൻസുകളിൽ കൂടുതലും നമ്മൾ കാണുന്നു മമ്മൂട്ടി പേര് മാറ്റണോ, മമ്മൂട്ടിയുടെ ജാതിയാണ് പ്രശ്നം, ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയമാണ് പ്രശ്നം എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തത്. വേറെ ഒന്നുമല്ല, ശരിയാണ്, ഓരോ വ്യക്തിയും നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. വേറെ ഒന്നുമല്ല. അപ്പോഴാണ് ഞാനും ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. 27 വർഷങ്ങൾ കഴിയുന്നു മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ട്. അത് വലിയ അത്ഭുതമുള്ള കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമോ ഒന്നും അല്ല എന്ന് പറയാം. കാരണം ഒരു പക്ഷേ പല നടന്മാർക്കും ഈ 27 വർഷത്തിൽ മികച്ച സിനിമകൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും വ്യത്യസ്തം തന്നെയാണ്. ഈ 27 വർഷവും മമ്മൂട്ടിക്ക് മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ 10ന് മുകളിലുള്ള തവണകളിൽ അദ്ദേഹത്തിന് ഫൈനൽ റൗണ്ടിൽ വരാനുള്ള കാര്യങ്ങളും നടന്നിരുന്നു. ഒപ്പം അദ്ദേഹം അർഹനായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം മിനിമം ഏറ്റവും ലോ എടുത്താൽ പോലും ഒരു 5 തവണ അദ്ദേഹം, ഏറ്റവും കുറഞ്ഞ 5 മുതൽ 10 തവണ വരെ അദ്ദേഹം അർഹനായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് നോക്കേണ്ട കാര്യം ഇത് തന്നെയാണോ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ജാതിയാണോ, പേരാണോ, രാഷ്ട്രീയമാണോ എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും കമൻസുകളിൽ നോക്കുമ്പോൾ ഒരുപാട് കമൻസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഒന്ന് യാഥാർത്ഥ്യമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഭരിക്കുന്ന പാർട്ടിയോ കൊടുത്തില്ല? അപ്പോൾ ഇതൊക്കെ ആ ഒരു രീതിയിലാണോ കാണുന്നത് എന്നുള്ളത് ഒരു പക്ഷേ സാധാരണക്കാരായ നമ്മളുടെ ആളുകളുടെയൊക്കെ തെറ്റിദ്ധാരണയായിരിക്കാം. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇത് ഒരു ലോബി ആയിരിക്കാം. അതായത് നോർത്ത് ഇന്ത്യൻ ലോബി എന്ന് തന്നെ പറയാം. സൗത്ത് ഇന്ത്യയിലേക്കുള്ളവർക്ക് അധികം കൊടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ താരങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ വേറെ ആർക്കും കിട്ടില്ല എന്നറിയാം. കാരണം അവർ അത്രയും മികച്ച രീതിയിലാണ്. അവരുടെ ഒരു കൊമേഴ്ഷ്യൽ പടമോ വളരെ പൊട്ടിപ്പൊളിഞ്ഞ പടമോ എടുത്താൽ പോലും അവരുടെ പെർഫോമൻസ് മികച്ചതായിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ അതായിരിക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല, 4 തവണ അമിതാഭ് ബച്ചന് നാഷണൽ അവാർഡ് കിട്ടിയ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ 3ഉം നമുക്ക് പറയാനുള്ളത് മലയാളത്തിൽ നിന്ന് തട്ടിയെടുത്ത അല്ലെങ്കിൽ അവിടുന്ന് നഷ്ടമായ സിനിമകളിലൂടെ അല്ലെങ്കിൽ നടന്മാർക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമുക്ക്
എടുത്തു പറയാനുള്ളത് വേറെ ഒന്നുമല്ല, പെരുന്തച്ചൻ എന്നുള്ള ആ ഒരു സിനിമ നമുക്ക് കണ്ടാലറിയാം. തീർച്ചയായും നമ്മുടെ തിലകൻ ചേട്ടന് നാഷണൽ അവാർഡ് ലഭിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. ഒരു വ്യത്യാസവുമില്ല, ഒരാളും പറയില്ല. കാരണം അതേപോലെ വെല്ലാൻ വേറെ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഈവൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും പെരുന്തച്ചൻ എന്ന സിനിമ എടുക്കുമ്പോൾ അതിനൊപ്പം എത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഒരുപക്ഷെ അവർ ചെയ്യുമായിരിക്കാം, ഇവരായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ ബാക്കി ആർക്കും കഴിയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ സമയത്ത് അമിതാഭ് ബച്ചനാണ് അവാർഡ് ലഭിക്കുന്നത്. ഇനി രണ്ടാമത് മോഹൻലാലിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു അവാർഡുണ്ടായിരുന്നു. ഭ്രമരം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവാർഡ് ആ സമയവും അമിതാഭ് ബച്ചൻ തന്നെ നേടുന്ന ഒരു കാര്യം കണ്ടു. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ മലയാളികളുടെ ചിന്തയായിരിക്കാം, നോർത്ത് ഇന്ത്യക്കാരുടെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. മലയാളിയുടെ ചിന്തയിൽ നമുക്കത് മോഹൻലാലിന് തന്നെ ലഭിക്കണം, അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ മോഹൻലാൽ വിരോധികളാണെങ്കിലും ഇഷ്ടമുള്ളവരാണെങ്കിലും അവർ ചിന്തിച്ചിരുന്ന കാര്യവും അത് തന്നെയായിരുന്നു. കാരണം ഉറപ്പാണ് അത് മോഹൻലാലിന് ലഭിക്കേണ്ട അവാർഡായിരുന്നു. അത്രത്തോളം ഗംഭീരമായിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. മൂന്നാമത്തെ ഒരു നാഷണൽ അവാർഡ് നഷ്ടപ്പെടുന്നത് പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്കായിരുന്നു. അന്നേരമാണ് അമിതാഭ് ബച്ചന് മറ്റൊരു അവാർഡ്, മൂന്നാമത്തെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ അവാർഡ് അവിടെ കിട്ടുന്നത്. വേറെ ഒന്നുമല്ല, പാ എന്ന സിനിമയാണ്. പായും അതേപോലെ തന്നെ പലേരി മാണിക്യവും കമ്പയർ ചെയ്യുമ്പോൾ ശരാശരി ഒരു മലയാളി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നത്. മമ്മൂട്ടി ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് പോലും നമുക്ക് അതിന് വലിയ കാര്യങ്ങളുണ്ടായില്ല. ഇതൊക്കെ പിന്നെ ജൂറിയിലിരുന്ന് അല്ലെങ്കിൽ അവിടെ അവാർഡ് കാണുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ല, അവർക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെ അനലൈസ് ചെയ്ത്. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അത് മമ്മൂട്ടി തന്നെയായിരുന്നു അർഹൻ എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് മലയാളത്തിന് നഷ്ടമായ 3 അവാർഡുകൾ അമിതാഭ് ബച്ചനിലേക്ക് ചെന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം എത്രത്തോളം സത്യമാണ് എന്നറിയില്ല. സാധാരണക്കാരനായി ഞാൻ ചിന്തിക്കുമ്പോൾ മലയാളി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എന്നുള്ളൊരു വേർതിരിവായിരിക്കാം, അല്ലാതെ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നും കലർന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണ്, നിങ്ങൾക്ക് പലതും തോന്നാം. അതെല്ലാം നിങ്ങൾക്ക് കമൻസിലൂടെ എന്ന് പറയാം. പക്ഷേ ഇക്കുറി ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമെന്നുള്ളത്. കാരണം അർഹിക്കപ്പെടുന്ന ഒരാൾക്ക് എത്രത്തോളം തള്ളിക്കളഞ്ഞാലും അദ്ദേഹത്തിന് കൊടുത്തു തന്നെ പറ്റുകയുള്ളൂ. ഒന്നും രണ്ടുമല്ല, 27 വർഷങ്ങൾക്കിടയിൽ പലതവണ അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭരിച്ചിരുന്നത് മാറി മാറിയുള്ള മുന്നണികൾ അല്ലെങ്കിൽ പാർട്ടികളായിരുന്നു എന്നുള്ളതാണ്. അവിടെ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ചൊരു പാർട്ടിയെ കുറ്റം പറയാൻ നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സമീപകാലത്ത് എല്ലാവരും പറയുന്നത് BJP ആയതുകൊണ്ടാണ് എന്നാണ്. അത് അങ്ങനെ തോന്നിയിരുന്നുവെങ്കിൽ, പക്ഷേ ഈ ഒരു കാര്യം 27 വർഷങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ അതുമല്ല കാര്യമെന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം. വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ പറയണം. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇക്കുറി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പേരൻപ് എന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്ക് ലഭിക്കുമെന്നുള്ളത്. കാരണം പൂർണ്ണമായിട്ടും അർഹൻ അദ്ദേഹം തന്നെയായിരുന്നു. ഒരു കാരണവശാലും അദ്ദേഹത്തിന് അല്ലാതാവേണ്ട കാര്യമില്ലായിരുന്നു. അതേപോലെ അതിന് അഭിനയിച്ചിരുന്ന കുട്ടിക്ക് തീർച്ചയായും ലഭിക്കേണ്ടതായിരുന്നു. അതിനൊന്നും അവാർഡ് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ അത് വിലയിരുത്തുന്ന ആളുകളാണ് പറയുന്നത് ഏത് സിനിമയ്ക്ക് ലഭിക്കണം കൊടുക്കണ്ട എന്നുള്ളത്. അത് ഇവിടെ ജനങ്ങൾ പറയുന്നതോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു, ഭൂരിഭാഗം ജനങ്ങളും പ്രതീക്ഷിക്കുന്നു ഈ മമ്മൂട്ടിക്ക് ലഭിക്കണമെന്ന്. ഭൂരിഭാഗം ജനങ്ങളും അല്ലെങ്കിൽ ആളുകളും പറയുന്നത് നൽകില്ല മമ്മൂട്ടിക്ക് ഈ പ്രാവശ്യവും അവാർഡ് എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രാവശ്യം പറയാം, എത്രത്തോളം മൂടി വെച്ചാലും സത്യം പുറത്തു വരുമെന്ന് പറയുന്ന പോലെ എത്രത്തോളം കൊടുക്കില്ല എന്ന് വെച്ചാലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഉറപ്പായിട്ടും അദ്ദേഹം തന്നെ നേടും, 4ാമത് നാഷണൽ അവാർഡ് നേടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒപ്പം ഒരുപാട് പേർ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷേ കിട്ടില്ല എന്നുള്ള. കാരണം കഴിഞ്ഞ 27 വർഷത്തെ അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു ഈ പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുക്കില്ല എന്നുള്ളത്. പക്ഷേ കാര്യങ്ങൾ മാറി മറിയും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നുമല്ല, രാഷ്ട്രീയമല്ല എന്നുള്ളത് പൂർണ്ണമായി തെളിയണമെങ്കിൽ ഈ പ്രാവശ്യം മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുത്തു കഴിയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ അല്ലെങ്കിൽ പലരും കമൻസിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ മാറും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 27 വർഷവും ഒരു പാർട്ടിയല്ല ഇവിടെ ഭരിച്ചിരുന്നത്, പലരായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇക്കുറി കൊടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മാറും. കലാകാരൻ വിജയിക്കും, കല വിജയിക്കും, നന്മ വിജയിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഒപ്പം അംഗീകരിക്കപ്പെടേണ്ടവൻ അംഗീകരിക്കപ്പെടുക കൂടി ചെയ്യും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. താങ്ക് യു ബ്രോസ്.